ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസി സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നു, നമ്മുടെ ഒരുപാട് ചേച്ചിമാരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ സ്വന്തം വാഹനത്തിൽ അവർക്ക് എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യം. ഇപ്പോൾ ആക്റ്റീവയോ അല്ലെങ്കിൽ സ്കൂട്ടിയോ പോലുള്ള ഏതെങ്കിലും വാഹനം എടുക്കുകയാണെങ്കിൽ അതിലെങ്ങനെ ഇട്ടെടുക്കാമെന്ന് ഒരുപാട് ചേച്ചിമാരൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. നമ്മളിപ്പോൾ വരിഞ്ചേട്ടത് അവിടെ കിടന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വേറെ ലേഡീസ് സ്റ്റാഫിനൊന്നും ഇപ്പോൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം വരിഞ്ചേട്ട് നമ്മൾ വാഹനം കൊടുത്തതേ ഉള്ളൂ. വരിഞ്ചേട്ടാ ഹെൽമറ്റ് വയ്ക്കായിരുന്നു. ഓക്കെ, ഇവിടെ വരിഞ്ചേട്ട നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തം വണ്ടിയാണ് കൊണ്ടുപോകുന്നത്, സ്വന്തം വാഹനമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ഫിസിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ആയാലും പക്ക ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ രണ്ട് സൈഡ്, ഓക്കെ, ബ്രേക്ക്, അതുപോലെ തന്നെ മിറർ, ഓക്കെ, രണ്ട് സൈഡിലെ മിറർ, ഇതെല്ലാം കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ RC ബുക്ക്, ഇൻഷുറൻസ്, പൊല്യൂഷൻ, ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇതെല്ലാം പക്ക അപ്ഡേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ വച്ചിരിക്കണം. ഇതെല്ലാം കൊണ്ടേ നിങ്ങൾ സ്വന്തം വാഹനമായിട്ട് ടെസ്റ്റിന് പോകാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാൽ ഇതെല്ലാം ആവശ്യമുള്ളതാണ്. ഓക്കെ, ടെസ്റ്റിന് പോകുമ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകൾ പൊതുവെ കണ്ടുവരുന്നത് ടെൻഷനാണ്. നിങ്ങൾ ടെൻഷൻ മാറ്റിയാൽ നിങ്ങൾ അതിൻ്റെ ഒരു 90% വിജയിച്ചു എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ടെൻഷൻ മാറ്റി നിർത്തുക. ബാക്കി 10% ഉള്ളൂ. നിങ്ങളെ 90% നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിനാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങളെ പേടി മാറ്റിയാൽ മതി, വളരെ എളുപ്പമാണ്. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എത്ര വീണാലും നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വരിഞ്ചേട്ടൻ്റെ 8 എടുക്കുന്ന രീതിയിലോട്ട് നമുക്ക് പോകാം കേട്ടോ. അതിലെങ്ങനെയാണ് 8 എടുക്കുന്നുള്ളത്. വരിഞ്ചേട്ടാ ഹെൽമറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യം ഒരു ഡെമോ നോക്കാം. നമ്മൾ വരിഞ്ചേട്ടൻ നല്ല രീതിയിൽ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് ഡെമോ നോക്കാം. ഡെമോ വളരെ വിജയകരമായ രീതിയിൽ തന്നെ നമ്മുടെ വരിഞ്ചേട്ടൻ എടുക്കുമെന്നാണ് നമുക്കൊരു വിശ്വാസം കേട്ടോ. ഓക്കെ, വരിഞ്ചേട്ടൻ നോക്കാം. ഓക്കെ, അതെല്ലാം ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. ഇതിൽ പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. അതാ ഫെയിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു അവസരം കൂടെ നമ്മുടെ വരിഞ്ചേട്ടന് കൊടുക്കാം കേട്ടോ. ഒരു അവസരം കൂടെ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അത് വരിച്ചേട്ടനോട് സമരത്തിലാണ് കേട്ടോ. എങ്ങനെയെങ്കിലും അത്രയും ഒരു പോഷൻ ഡിലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ എന്തായാലും ഡിലീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരു രസത്തിനായിട്ട് ഞങ്ങൾ ഇടയാണ്. ഓക്കെ, ഇപ്പോൾ വരിച്ചേട്ടൻ ഒന്നുകൂടെ ട്രൈ ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ നോക്കാം. ഓക്കെ, അതെല്ലാം ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ 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 ആ ഒരു പോർഷനാണ് പുള്ളിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആക്കി എടുത്തു. ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ വരിഞ്ചേട്ടൻ അവിടെ മിസ്റ്റേക്ക് പറ്റിയതും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെയർ തൊട്ടിനെ തുടങ്ങാം. നമുക്ക് ടോട്ടൽ ഇവിടെ നിന്ന് ലെയർ കമ്പികളുള്ളൂ. ഓക്കെ, 4 ലെയർ കമ്പികളുണ്ട്. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, 4 ലെയർ, അങ്ങ് അറ്റം വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെയറിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ വാഹനം മാക്സിമം പുറകോട്ട് വയ്ക്കും. ഓക്കെ, മാക്സിമം നിങ്ങളെ കൊണ്ട് എത്രത്തോളം പുറകെ പോകാൻ പറ്റുമോ അത്രത്തോളം പുറകെ കൊണ്ട് വയ്ക്കുക. ടെസ്റ്റിന് പോകുമ്പോൾ ചിലപ്പം ഒരു നിശ്ചിത അകലമൊക്കെ കാണും കേട്ടോ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പുറകോട്ട് വയ്ക്കുക. അതിന് നമുക്ക് ഓടിച്ച് വരുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഇടത്തെ അറ്റത്തൂടെയാണ് വാഹനം കയറുക. അപ്പോൾ ഈ ഒരു ഗ്യാപ്പില്ല. ഓക്കെ, ഫസ്റ്റ് ലെയറിലെ ഇടത്തെ അറ്റത്തുള്ള, ഓക്കെ, നമ്മൾ ഇടത്തെ അറ്റത്തുള്ള ഈ ഒരു 2 കമ്പികളുടെ സെൻറ്ററിലൂടെ കയറി വരാനായിട്ട് ശ്രമിക്കും. ഓക്കെ ഓക്കെ, അവിടെ നിന്ന് നമ്മൾ നേരെ സെക്കൻഡ് ലെയറിലെ വലത്തെ അറ്റത്തേക്കാണ് പോകും. ഓക്കെ, നമ്മൾ അത്ര ഒരു പോർഷൻ നോക്കാം. മറ്റേ പോരട്ടെ, നമ്മളിപ്പോൾ അവിടെ കൂടെ സെൻറ്ററിൽ കയറി ഇവിടെ ഏറെക്കുറെ സെൻറ്റർ കണക്കാക്കി ഇതുവരെ വരിക. ഓക്കെ, പുള്ളിക്കാരെ ഇപ്പോൾ ആറ്റമൊക്കെ ചേർത്താണ് അടുത്തത്. എങ്കിലും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നടുക്ക് ചേർത്ത് തന്നെ വരാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങോട്ട് നീക്കി ഒരു നടുക്ക് അങ്ങ് ഒരുപാട് ചേർന്ന് പോകില്ല, സെൻറ്റർ കയറി വരാനായിട്ട് നോക്കും. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവിടെയാണ് വരാണ്ട് വരത്തില്ല. ഓക്കെ, ഇവിടെയാണ് വരാണ്ട്. നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ 3ാമത്തെ ലെയർ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാം, നമ്മൾ ഈ ഒരു അറ്റം ചേർത്ത് തന്നെ എടുക്കുക. ഓക്കെ, 3ാമത്തെ ലെയറിൽ ഈ ഒരു കമ്പി ചേർത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക. ഓക്കെ, എൻ്റെ നോർത്തെ. ഓക്കെ, ഇപ്പോൾ പുള്ളിക്കാരെ ഫ്രണ്ട് ടയർ അവിടെ അടിപൊളിയായിട്ട് ചേർത്തിട്ടുണ്ട്, അപ്പോൾ പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മാക്സിമം നമ്മൾ ഈ 4ാമത്തെ ലെയർ വരുമ്പോൾ 4ാമത്തെ ലെയറിൽ ഈ നടുക്കുള്ള ഈ ഒരു കമ്പിയിൽ ആ ഒരു പോർഷൻ മാക്സിമം ഇങ്ങനെ ചേർത്ത് തന്നെ നിങ്ങൾ വരിക. ഇങ്ങനെ നമുക്ക് വളയ്ക്കാനുള്ളൊരു പോർഷൻ ആ ഒരു ഇത് കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ നമ്മുടെ വരിഞ്ചായിട്ട് എടുത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും.
നേരത്തെ ഫെയിലായ ആ ഒരു പോർഷൻ എടുത്ത് നോക്കി, ആ ഒരു പോർഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വാഹനം ഏറെക്കുറെ ഈ ഒരു പോർഷൻ കൂടെയാണ് പോയത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിലേക്ക് വളയ്ക്കാനുള്ള ആ ഒരു സ്പേസ് കിട്ടി. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഒരു അറ്റം ചേർത്ത് തന്നെ എടുക്കുക. ഓക്കെ, ഇനി അതുപോലെ ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ദയവ് ചെയ്ത് ഒരാൾ പോലും ഇവിടെ ഇരിക്കുന്ന ഈ കമ്പിയിലോ ഒന്നും ദയവ് ചെയ്ത് ഒരാൾ നോക്കരുത്. നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ആദ്യം കയറി വന്നപ്പോൾ ആ സെക്കൻഡ് ലെയർ കമ്പിയിലാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു കമ്പി, ഓക്കെ, സെക്കൻഡ് ലെയറിലെ അറ്റായിരിക്കുന്നത് ഈ ഒരു കമ്പിയിൽ വേണം എല്ലാവരും നോക്കുക. ഓക്കെ, അപ്പോൾ വലിച്ചേട്ടൻ വരുന്നുണ്ട്. ഞാനൊക്കെ നോക്കി പുള്ളിക്കാരൻ നേരെ ഇവിടെ നോക്കി. അതിനുശേഷം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പുറത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 8 എടുക്കുന്ന ടൈം നമ്മളെ വെഞ്ചേട്ടൻ ഇനി എന്തായിട്ടപ്പോൾ നോക്കും കേട്ടോ. 5-6 റൗണ്ടും കൂടെ ഓടിച്ച് നോക്കും. ഓക്കെ, വെഞ്ചേട്ടൻ ഒന്നുകൂടെ നമുക്ക് നോക്കിയാലോ. ഓക്കെ, പോട്ട്. ഓക്കെ, നമുക്കൊരു ഡെമോ നോക്കാം. അപ്പോൾ പുള്ളിക്കാരൻ മാക്സിമം പുറകോട്ട് വാഹനം വലിച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ മാക്സിമം പുറകോട്ട്. ഓക്കെ, അപ്പോൾ പുറകോട്ട് നീക്കി വെച്ചു. അതിനുശേഷം പുള്ളിക്കാരൻ അത് കയറുകയാണ്, അകത്തോട്ട് കയറുകയാണ്. ഓക്കെ, അവിടെ ആ സെൻറ്റർ കയറിപ്പോയി. 3ാമത്തെ ലെയറിൽ അങ്ങ് അറ്റം ചേർത്തെടുത്തു. 4th ലെയറിൽ ആ സെൻറ്റർ കമ്പി ചേർത്തെടുത്തു. അതിനുശേഷം അവിടെ നിന്ന് തട്ടേന്നുമില്ല, നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പോരും. അവിടെ നമ്മൾ നേരെ ഈ സെക്കൻഡ് ലെയറിലെ കമ്പി നോക്കുക, അത് കഴിഞ്ഞ് പുറത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാമോ പ്രാക്ടീസ് ചെയ്തവർക്ക് എളുപ്പമല്ലേ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാണ്. ആ ഒരു മെത്തേഡാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, നമ്മൾ 8 എടുക്കുമ്പോൾ മെയിനായിട്ട് നോട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കമ്പി മാറി മാറി നോക്കുക. നിങ്ങൾ വീഴുമെന്ന് പേടിച്ച് ആ വാഹനത്തിൻ്റെ ടയറിലോ തറയിലോ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മൾ എവിടെ എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഒരു പോർഷനിലോട്ട് തന്നെ കൃത്യമായിട്ട് നോക്കുക. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വിജയ ആശംസകൾ നേരുകയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വിജയിക്കും. ഇപ്പോൾ ഒരിക്കൽ കിട്ടിയില്ലെങ്കിൽ വീണ്ടും കിട്ടും. ആ ഒരു ഇതിൽ പോവുക നിങ്ങൾ. ഓക്കെ, നേടണം എന്നൊരു വിശ്വാസം വേണം. ഇനിയിപ്പോൾ അഥവാ കിട്ടിയില്ല എങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കാരണം കൊണ്ട് മിസ്സായാലും നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് അവസരങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.